ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ശരിക്കും ഷെയ്ക്കിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വരിക, ശരിക്കും നമ്മൾ മാംഗോ ഐസ്ക്രീം കഴിക്കുന്നൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മാമ്പഴം ചെറിയ പീസുകളാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ കുളമ്പ് എന്ന് പറയുന്ന മാമ്പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏത് മാമ്പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ മാമ്പഴത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഷെയ്ക്കിലും ചെറിയൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള മാമ്പഴമാണ്. ഞാൻ ഓവർനൈറ്റാണ് ഫ്രീസ് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത മാമ്പഴമായാലും മതി. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിൽ വെള്ളമൊന്നും ചേർക്കരുത്, നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മാമ്പഴം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ ജാറിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കട്ടയാക്കി വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇത് 500 ml പാലുണ്ട്. ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി കട്ടയാക്കി എടുത്തതാണ്. നമ്മൾ ഷെയ്ക്ക് അടിക്കുമ്പോൾ ഷെയ്ക്ക് അടിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഈ കട്ട പാലൊന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ചെറിയൊരു അമ്മിക്കുഴ കൊണ്ട് എങ്ങാനും നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിക്കാവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനും കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമുക്ക് വിചാരിച്ച പോലെ ഇതെല്ലാം മിക്സ് ചെയ്ത് കിട്ടൂല. ഒരു സ്പൂൺ വെച്ച് ഉടയ്ക്കുമ്പോൾ ഇതേപോലെ ഉടയുന്ന രീതിയിലായിരിക്കണം കട്ടപ്പാൽ വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാൻ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും വാനില എസൻസും കൂടി വരുമ്പോഴാണ് ശരിക്കും ഇതൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. ഇനി മാമ്പഴം കുറച്ച് പുളിയൊക്കെയുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുള്ള ഷേക്ക് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് അധികം ലൂസായി പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോഴാണ് ഷേക്ക് ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ശരിക്കും ഒരു മാംഗോ ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുക. ഇനി ഇതിൻ്റെ മേലേക്ക് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള മാമ്പഴം ഇട്ട് കൊടുക്കാം. ഷേക്ക് കഴിക്കുന്നതിൻ്റെ ഒപ്പം മാമ്പഴം കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ ഭംഗിക്ക് വേണ്ടി ഒരു ചെറി കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യാം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.